നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്ന് KCEC ചാലക്കുടി മണ്ഡല സമ്മേളനം. തൃശൂർ സെൻട്രൽ സഹോദയ CBSE ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മുൻ പ്രസിഡന്റ് PT പോളിന്റെ 1ാം ചരമവാർഷിക കരിദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്ന് KCEC ചാലക്കുടി മണ്ഡല സമ്മേളനം. സഹകരണ ബാങ്കുകളിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികളിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ചാലക്കുടി മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം KCEC ജില്ലാ സെക്രട്ടറി KV മണിലാൽ ഉദ്ഘാടനം ചെയ്തു. KCEC മണ്ഡലം പ്രസിഡന്റ് KS മനോജ് അധ്യക്ഷത വഹിച്ചു. CPI ചാലക്കുടി മണ്ഡലം സെക്രട്ടറി CV ജോഫി, AITC മണ്ഡലം സെക്രട്ടറി TR ബാബുരാജ്, KCEC മണ്ഡലം സെക്രട്ടറി TR രഞ്ജു, KK സന്തോഷ്, ശ്യാമ സജീവൻ, മുംതാസ് സുലൈമാൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം ഭാരവാഹികളായി TR രഞ്ജു, സെക്രട്ടറി മുംതാസ് സുലൈമാൻ, പ്രസിഡന്റ് KK സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി രോഹിത് KS, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. കാലടി സംസ്കൃത സർവകലാശാലയിലെ ഫൈൻ ആർട്സ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ ചിത്രശില്പ ഡിജിറ്റൽ ആർട്ട് പ്രദർശനം സംഘടിപ്പിക്കുന്നതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം. 6-ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഫാക്കൽറ്റി ഇൻ ആർട്ട് ആൻഡ് ഡിസൈൻ ആർട്ടിസ്റ്റ് സ്മിജ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തും. സിനി ആർട്ടിസ്റ്റ് രമ്യ സുവി സ്പെഷ്യൽ ഗസ്റ്റായി പങ്കെടുക്കും. സ്കൾപ്ചർമാരായ ശ്രീകുമാർ ഉണ്ണികൃഷ്ണൻ, ആഗസ്റ്റിൻ വർഗീസ്, ആർട്ടിസ്റ്റ് പുഷ്പാകരൻ കടപ്പത്ത്, ക്രിയേറ്റീവ് ഡിസൈനർ ലൈനോജ് റെഡിസൈൻ എന്നിവരെ ആദരിക്കും. KR പ്രശാന്ത്, രാജീവ് അയ്യമ്പുഴ എന്നിവർ പ്രസംഗിക്കും. 11-12 തീയതികളിൽ നടക്കുന്ന ആർട്ട് ക്യാമ്പ് 11-ന് രാവിലെ 11 മണിക്ക് ആർട്ടിസ്റ്റ് മണി കാക്കരെ ഉദ്ഘാടനം ചെയ്യും. 13-ാം തീയതി വൈകിട്ട് 4 മുതൽ 6 വരെ കലയും നൂതന തൊഴിൽ മേഖലയും എന്ന വിഷയത്തിൽ സംവാദം നടക്കും. സാജു മണ്ണത്തൂർ, ബിപിൻ ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ VJ ജിൻഡോ, AG സെന്തിൽകുമാർ, രാജീവ് അയ്യമ്പുഴ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി ശ്രീ N ബാലമുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഒരാഴ്ച കാലമാണ് നമ്മൾ 13-ാം തീയതി വരെയാണ് ആർട്ട് ഷോ നടക്കുന്നത്. അതിൽ നമ്മൾ 12-ാം തീയതി മുതൽ 11-12 ഡേറ്റുകളിൽ നമുക്ക് ഒരു കലാ ക്യാമ്പും ചിത്രകലാ ക്യാമ്പും നടക്കുന്നുണ്ട്. നമുക്ക് ഈ 6-ാം തീയതിയുള്ള ഷോ ജീവിതവും ഗ്രൂപ്പ് ഷോ സാധ്യതകളും മാറുന്ന ദൃശ്യകലാരംഗത്ത് മാറുന്ന പ്രവണതകളും തുടങ്ങിയിട്ടുള്ള പ്രഭാഷണം ഉണ്ട്. കുറച്ച് സമയമാണ് അത് അനുവദിച്ചിട്ടുള്ളത്. അത് സംസാരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാഷൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റി ആർട്ട് ആൻഡ് ഡിസൈനിൽ ടീച്ചറാണ് നമുക്ക് പ്രഭാഷണം വരുന്നത്. പിന്നെ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റായ ശ്രീമതി രമ്യ സുവി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ചോലയിൽ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ആർട്ടിസ്റ്റുകൾ പഠിച്ച് വിവിധ മേഖലകളിൽ വലിയ പ്രശസ്തിയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ വലിയ എൻഡോമെന്റുകളൊക്കെ മേടിച്ചിട്ടുള്ള സ്കോളർഷിപ്സ് ഒക്കെ മേടിച്ചിട്ടുള്ള 4 കലാകാരന്മാരെ ഈ ഷോയിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്. ക്രാഫ്റ്റ് നാടകമേളയുടെ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മം ചാലക്കുടി പോലീസ് സബ് ഇൻസ്പെക്ടർ കൃഷി പ്രസാദ് നിർവഹിച്ചു. പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷനായി. സെക്രട്ടറി PD ദിനേശ്, മൂവീസ് വേളേപ്പുറം ജോർജ് CK, ശ്രീനിവാസൻ, സെമി അനു, ജോർജ് T മാത്യു, സുന്ദർദാസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച ഇടുക്കി, ബുധനാഴ്ച പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിലും ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. കേരള തീരത്ത് തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ദിവസങ്ങളിൽ കേരള തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ക്രിമിനൽ കേസിന്റെ പേരിൽ ഒരാളുടെ വിദേശ ജോലി അവസരം നിഷേധിക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ക്രിമിനൽ കേസ് ഉള്ളതുകൊണ്ട് മാത്രം വിദേശത്ത് ജോലി തേടാനുള്ള ഒരാളുടെ യോഗ്യത സ്വമേധയാ ഇല്ലാതാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിനെതിരായ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇന്ത്യൻ പൗരനായ ഹർജിക്കാരൻ കാനഡയിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് അനുമതി തേടിക്കൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ക്രിമിനൽ കേസുകൾ ഉള്ളതിനാൽ അധികാരികൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയാണ്. ക്രിമിനൽ കേസുകൾ ദീർഘകാല വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള ഹർജിക്കാരന്റെ അവകാശം ഇല്ലാതാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി അപേക്ഷകന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാനും ഉത്തരവിട്ടു. കനേഡിയൻ വിസ ചട്ടങ്ങൾ അനുസരിച്ച് അപേക്ഷകൻ കാനഡയിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ നിലവിൽ താമസിക്കുന്ന രാജ്യത്തെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2013 ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത 2 FIRകളാണ് ഹർജിക്കാരന് എതിരെയുള്ളത്. എന്നാൽ അപേക്ഷകന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡുകൾ ഇല്ലെന്നും കോടതി പറഞ്ഞു. ഇക്കാരണത്താൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ തടസ്സങ്ങളില്ലെന്നും കോടതി പറഞ്ഞു. ഹർജിക്കാരന് സാധുവായ പാസ്പോർട്ട് ഉണ്ടെന്നും യാത്രകൾക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. FIR ഉണ്ടെന്ന കാരണത്താൽ ജോലി ചെയ്യാനുള്ള അവകാശവും സഞ്ചാര സ്വാതന്ത്ര്യവും പരിമിതപ്പെടുത്തരുതെന്നും കോടതി കൂട്ടിച്ചേർത്തു. ഇനിയൊരു ഇടവേള.